നമസ്കാരം. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. അതിൽ അവർ പറയുന്നത്, നരേന്ദ്രമോദി സർക്കാർ അതിസമ്പന്നരായ കോർപ്പറേറ്റുകളുടെ കടങ്ങൾ എഴുതിത്തള്ളി. എന്നാൽ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ കടങ്ങൾ എന്തുകൊണ്ട് സർക്കാർ എഴുതിത്തള്ളുന്നില്ല എന്നാണ് പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നത്. ഈ കടം എഴുതിത്തള്ളുന്ന കള്ളം രാഹുൽ ഗാന്ധി കുറേ അലക്കിയതാണ്. അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഭീമനായിരുന്ന വിജയ് മല്യ ഏകദേശം 9,000 കോടിയോളം കടം വരുത്തി വച്ചിട്ട് അദ്ദേഹം UK നാട് വിട്ടു. ഈ കടങ്ങളെല്ലാം തന്നെ വിജയ് മല്യയ്ക്ക് നൽകിയത് 2014 വരെയുള്ള UPA സർക്കാരാണ്. അപ്പോൾ 2014 വരെ UPA സർക്കാർ ഭരിക്കുമ്പോൾ ഈ വിജയ് മല്യയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഇന്ത്യയിൽ തന്നെ തുടരാമായിരുന്നു. സർക്കാരിൽ നിന്ന് യാതൊരു സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ല. 2008 മുതലേ അദ്ദേഹം ബാങ്കിന് തിരിച്ചടവ് നിർത്തിയിരുന്നു. 6 വർഷത്തോളം അദ്ദേഹം സുഖമായി ഇന്ത്യയിൽ വിരാജിച്ചു. എന്നാൽ ഭരണം മാറിയപ്പോൾ ഓരോ ഇഴ കീറി പരിശോധനകൾ നടന്നു. ബാങ്കിൻ്റെ തിരിച്ചടവ് നടത്തിയില്ലെങ്കിൽ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് വിജയ് മല്യയെ അറിയിച്ചു. ഉടനെ വിജയ് മല്യ സ്ഥലം കാലിയാക്കി. സ്ഥലം കാലിയാക്കിയാൽ വിജയ് മല്യ രക്ഷപ്പെടുമെന്ന് വിജയ് മല്യ വെറുതെ മോഹിച്ചു. പക്ഷേ ഭരിക്കുന്നത് മോദി സർക്കാർ ആയതുകൊണ്ട് വിജയ് മല്യയെ അടപടലം പൂട്ടി. 9,000 കോടി വായ്പ ഉണ്ടായിരുന്ന വിജയ് മല്യയുടെ ബാങ്കിൻ്റെ കയ്യിൽ നൽകിയിരുന്ന കൊളാറ്ററൽ ഗ്യാരണ്ടി അനുസരിച്ചുള്ള പ്രോപ്പർട്ടികളെല്ലാം തന്നെ ലേലം ചെയ്ത് ഏകദേശം 12,000 കോടിയോളം രൂപ ഗവൺമെൻറ് കണ്ടുകെട്ടുകയും ബാങ്കിലേക്ക് അവ തിരിച്ചു നൽകുകയും ചെയ്തു. എന്നു മാത്രമല്ല, വിജയ് മല്യയ്ക്ക് ഇന്നും കേസ് തന്നെയാണ്. ഇന്നും വിജയ് മല്യയെ ഇന്ത്യയിൽ എത്തിക്കുവാനായിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. ഇന്ത്യയിൽ എത്തിച്ചു കഴിഞ്ഞാൽ വിജയ് മല്യ ഇന്ത്യയിൽ നിയമ നടപടികൾ നേരിടുകയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പ്രകാരം അദ്ദേഹം കുറ്റക്കാരനെന്ന് കണ്ടാൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. ഇതാണ് ഇന്നത്തെ മോഡേൺ ഇന്ത്യ. എന്നാൽ രാഹുൽ ഗാന്ധി പരത്തിയിരുന്ന എന്തായിരുന്നു? രാഹുൽ ഗാന്ധി പരത്തിയിരുന്ന മെഹുൽ ചോക്സി, അതുപോലെ തന്നെ വിജയ് മല്യ എന്നിവരുടെ 9,000 കോടി രൂപ മോദി എഴുതിത്തള്ളി. എന്തുകൊണ്ട് പാവപ്പെട്ട കർഷകൻ്റെ കടങ്ങൾ എഴുതിത്തള്ളുന്നില്ല? ഇതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇനി ഇതിൽ മറ്റൊരു രസകരമായ കാര്യം, നമ്മുടെ മലയാള ചാനലുകളും ഇത് അതേപോലെ പാടിയിരുന്നു. അതിന് കാരണം റിസർവ് ബാങ്കാണ് ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത്. റിസർവ് ബാങ്ക് അവരുടെ ബുള്ളറ്റിനിൽ ഇങ്ങനെ പറയുന്നു, SBI അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവർ ചേർന്ന ഒരു കൺസോർഷ്യമാണ് നമ്മുടെ വിജയ് മല്യയ്ക്ക് ഈ ലോൺ നൽകിയിരുന്നത്. ലോൺ തിരിച്ചടവ് മുടങ്ങിയത് കൊണ്ട് അവർ ഈ ലോൺ റൈറ്റ് ഓഫ് ചെയ്തു എന്നാണ്. റൈറ്റ് ഓഫ് ചെയ്തു എന്നുള്ളതാണ് റിസർവ് ബാങ്ക് നൽകിയിരുന്ന ന്യൂസ്. ഈ റൈറ്റ് ഓഫ് എന്ന വാക്കിനെയാണ് നമ്മുടെ മലയാള ചാനലുകളും അതുപോലെ തന്നെ ഈ മിസ്റ്റർ രാഹുൽ ഗാന്ധിയും അത് എഴുതിത്തള്ളി എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ച് ഇവിടെ വലിയ വലിയ ജനങ്ങളുടെ ഇടയിൽ വലിയ ആശങ്കയുണ്ടാക്കി. എന്നാൽ എന്താണ് റൈറ്റ് ഓഫ്? ഒരു ഫിനാൻഷ്യൽ സ്ഥാപനം അവരുടെ അക്കൗണ്ടിങ്ങിൽ വരുമ്പോൾ ഒരു ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ലോണിൻ്റെ തിരിച്ചടവ് മുടക്കുകയാണെങ്കിൽ ആ ലോണിനെ മറ്റൊരു ലെഡ്ജറിലേക്ക് മാറ്റി എഴുതുന്നു. ഈ പ്രോസസ്സിനെയാണ് റൈറ്റ് ഓഫ് എന്ന് പറയുന്നത്. റൈറ്റ് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിയുടെ മേൽ അത് ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ റിസൾട്ടിനെ
ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാങ്കിന് ഒത്തിരിയധികം നഷ്ടം കാണിക്കേണ്ടി വരും. അപ്പോൾ ആ ലോൺ വേറെ ലെഡ്ജറിലേക്ക് മാറ്റി എഴുതിയിട്ട് പിന്നെ അതിൻ്റെ മേലുള്ള നിയമ നടപടികളും മറ്റ് പ്രോസസ്സുമാണ് ബാങ്ക് ചെയ്യുന്നത്. ഇതിനെയാണ് റൈറ്റ് ഓഫ് എന്ന് പറയുന്നത്. എന്നാൽ കടം എഴുതിത്തള്ളുക എന്ന ഒരു സംവിധാനമുണ്ട്. അതിന് പറയുന്നത് അതാണ് വേവ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഫണ്ടിങ് ലഭിച്ചതിന് ശേഷം ഒരു ലോൺ വേവ് ഓഫ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ലോണിൻ്റെ മേൽ പിന്നീട് ഭാവിയിൽ യാതൊരു നടപടിയും ബാങ്ക് സ്വീകരിക്കുന്നതല്ല. അതുപോലെ തന്നെ ആ ലോൺ നൽകുന്നതിന് വേണ്ടി എന്തെങ്കിലും കൊലാട്രൽ ഗ്യാരണ്ടി സ്ഥലമായോ അല്ലെങ്കിൽ വസ്തുക്കളായോ ബാങ്ക് വാങ്ങി വച്ചിട്ടുണ്ടെങ്കിൽ ആ എല്ലാ ഡോക്യുമെൻസും ലോൺ എടുത്ത ആൾക്ക് നിരുപാധികം തിരിച്ചു നൽകുന്ന പ്രോസസ്സിനെയാണ് വേവ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ മെഹുൽ ചോക്സിയുടെ അതുപോലെ തന്നെ വിജയ് മല്യയുടെയും ലോണുകൾ കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളി എന്ന് പറയുന്ന വേവ് ഓഫ് എന്ന് പറയുന്നത് പച്ച കള്ളമാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതുകൊണ്ട് ഈ പ്രശ്നം രാഹുൽ ഗാന്ധി വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം തുടർച്ചയായി വിജയ് മല്യ ഇവിടെ നിന്നും നാട് വിട്ടു പോയതിന് ശേഷം തുടർച്ചയായി വിജയ് മല്യയെ വെച്ചുകൊണ്ട് മോദിയെ അദ്ദേഹം ആക്രമിച്ചിരുന്നു. അപ്പോൾ ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അവരെ കബളിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചെയ്യുന്ന ഓരോ കോമാളിത്തരങ്ങളാണ്. ആ ഒരു കോമാളിത്തരം ആണ്, അതേ രീതിയാണ്, അതേ നാണയമാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും എടുത്തിരിക്കുന്നത്. ഒരു കാര്യം ഓർക്കേണ്ടത്, ലോൺ എഴുതിത്തള്ളുക എന്ന് പറയുന്നത് ഒരു ബാങ്കിനും ചിന്തിക്കുന്നതിനപ്പുറത്താണ്. കാരണം ഈ ലോണുകളെല്ലാം തന്നെ റിസർവ് ബാങ്കിൽ നിന്നും ബാങ്കുകൾ പണം എടുത്തതിന് ശേഷം ഈ റിസർവ് ബാങ്കിൻ്റെ അവർക്ക് കിട്ടുന്ന ഒരു റേറ്റ് അനുസരിച്ച് എമൗണ്ട് കിട്ടുന്നു. അത് മറ്റുള്ളവർക്ക് ചെറിയ ആളുകൾക്ക് ഈ ബാങ്കുകൾ കൊടുക്കുന്നു. അപ്പോൾ ഈ ലോൺ എഴുതിത്തള്ളുക എന്ന് പറഞ്ഞാൽ അത് ബാങ്കിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ ബാങ്കിനെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് സാധാരണ ഒരു ബാങ്കുകളും ലോൺ എഴുതിത്തള്ളുന്നതിന് മുതിരാറില്ല. ഇനി ബാങ്കുകൾക്ക് കേന്ദ്ര സർക്കാരോ റിസർവ് ബാങ്കോ പറയുകയാണ്, നിങ്ങൾക്ക് ആ എമൗണ്ട് ഞങ്ങൾ തരാം, കേന്ദ്രം തരാം അല്ലെങ്കിൽ റിസർവ് ബാങ്ക് തരാം എന്ന് പറയുന്ന സിറ്റുവേഷനുകളിൽ മാത്രമാണ് എഴുതിത്തള്ളൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം അടിവരയിട്ട് പറയട്ടെ, ഒരു കോർപ്പറേറ്റുകളുടെയും ലോണുകൾ ഇന്ത്യയിൽ എഴുതിത്തള്ളുന്നത് ഒരു കാരണവശാലും സാധ്യമല്ല. മുകേഷ് അംബാനിക്ക് ഏകദേശം 3 ലക്ഷത്തോളം കോടി രൂപ ലോണുണ്ട്. ആ 3 ലക്ഷം കോടി രൂപ തന്നെയാണ് പല ബാങ്കുകളുടെയും ബിസിനസ്സിൻ്റെ ആധാരം. അതായത് ബാങ്കുകളുടെ പൈസ എടുത്തിട്ട് മുകേഷ് അംബാനിയും അതുപോലെ അദാനിയും ബിസിനസ് ചെയ്യുന്നു. ആ ബിസിനസ്സിൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നു. ആ പ്രോഫിറ്റുകൾക്ക് ബാങ്കിന് ലോൺ നൽകുന്നു. അപ്പോൾ ബാങ്കിൻ്റെ പ്രോഫിറ്റിൻ്റെ അത് ഭാഗമായി മാറുന്നു. അപ്പോൾ ഈ ലോണുകളൊന്നും തന്നെ എഴുതിത്തള്ളുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല. അങ്ങനെ എഴുതിത്തള്ളുകയാണെങ്കിൽ ആ ബാങ്കിൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തി പാവപ്പെട്ട ജനങ്ങളെ, അറിവില്ലാത്ത ജനങ്ങളെ പറ്റിക്കുന്ന ഈ നാടകങ്ങൾ ഗാന്ധി കുടുംബം അവസാനിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.